തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് അല്പസമയത്തിനകം കേട്ടോ. കർക്കിടക മാസ ആരംഭത്തിൽ ക്ഷേത്രത്തിനകത്താണ് ഗജപൂജയും ആനയൂട്ടും നടക്കുന്നത്. എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, കൂട്ടൻകുളങ്ങര അർജുനൻ തുടങ്ങി കേരളത്തിലെ നിരവധി ആനകൾ ഭാഗമാകും. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. രാമായണ മാസ ആശംസകളും നേരുന്നു. ആനയൂട്ട് എപ്പോഴാണ് ആരംഭിക്കുക? വിശേഷങ്ങൾ എന്താണ് ലിഷോയ്? മോദി, വെരി ഗുഡ് മോർണിംഗ്. അതായത് ഇതേ ഇവിടെ ആനയൂട്ട് അല്പസമയത്തിനകം തുടങ്ങും. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. എണ്ണം പറഞ്ഞ ഗജവീരന്മാരൊക്കെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് എത്തിക്കഴിഞ്ഞു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിരന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടില്ല, നിരന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പുതുപ്പള്ളി സാധു, അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ എറണാകുളം ശിവകുമാറുണ്ട്. അതുപോലെ തന്നെ ഈ ആനയൂട്ടിൽ എത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആനകളൊക്കെ തന്നെ നിരന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ആനയൂട്ടിനായുള്ള ഈ പ്രത്യേകം മരുന്നുകളൊക്കെ തന്നെ ചേർത്തിട്ടുള്ള ഈ മരുന്ന്, അതുപോലെ തന്നെ ഇവയൊക്കെ ചേർത്തിട്ടുള്ള ഉരുളകളൊക്കെ തന്നെ കൊണ്ടുവരും. ചേട്ടാ, എത്രത്തോളം ഒരുക്കങ്ങളൊക്കെ? ഇനിയിപ്പം അടുത്തത് എന്താ പരിപാടി? അടുത്തത് ചോറ് കൊണ്ടുവരണം, ഉരുള ഊറ്റാനായിട്ട്. അവിടെ എല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഉത്സാഹിച്ച് ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ നമ്മൾ പഴങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികൾ, അങ്ങനെ ഫ്രൂട്ട്സുകൾ ആനകൾ. അപ്പോൾ ഇവരുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ ആനകൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ ആനകൾക്ക്, ഈ ആനയൂട്ടിന് പ്രധാനപ്പെട്ട ആനയൂട്ട് ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ ഇവയൊക്കെ തന്നെ പൊതുജനങ്ങൾക്കും ആനകൾക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല, ഒരു ആനയൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആനകളെയൊക്കെ തന്നെ പൂരത്തിനെ നമ്മൾ ചമയത്തോടു കൂടിയാണ് കാണാറുള്ളത്. പക്ഷേ ഈ ആനയൂട്ടിന് എത്തിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആനകളെയൊക്കെ തന്നെ ചമയമില്ലാതെ ശരിക്കും അതിൻ്റെ ഒരു നാട്ടാനകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ അവയുടെ ഒരു ഭംഗിയൊക്കെ തന്നെ കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നേരത്തെ തന്നെ ഇവിടെ എത്തി സ്ഥലമൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുമ്പിൽ എത്തുക എന്നുള്ളതാണ്. അപ്പം ചേച്ചി, നേരത്തെ എത്തിയോ? നേരത്തെ എല്ലാ കൊല്ലം വരാറുണ്ട് ആനയൂട്ടിന്? ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലേ? വരാറുണ്ടോ? സ്ഥിരം വരാറുണ്ട്. അപ്പൊ ഇത്തവണ മഴയൊന്നും വിട്ടു നിൽക്കുകയാണ്. അപ്പൊ ഭാഗ്യം, മഴയില്ല, സുഖമായിട്ട് കാണാം. അല്ലെങ്കിൽ മഴത്തൊന്നും കാണേണ്ടി വരും. എല്ലാ കൊല്ലം വരാറുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഈ മുമ്പ് ഇതൊക്കെ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി ഒന്നാണോ? അതെ. എവിടെന്നാ പിന്നെ? ഞാൻ അരിമ്പൂര്. ഓക്കെ. അപ്പം ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആനകൾക്ക് കൊടുക്കാനുള്ള ചോറ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഈ ഉരുളകളാക്കിയതിന് ശേഷം ആനകൾക്ക് ആദ്യം തൊട്ടടുത്താണ്, അതായത് ഈ മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്താണ് ഈ ആനയൂട്ട് ഔദ്യോഗികമായൊരു ചടങ്ങായി ആദ്യം ആരംഭിക്കുക. എന്തായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. അങ്ങനെ കാത്തിരിപ്പിലാണ് ജനങ്ങൾ. അല്പസമയത്തിനകം തന്നെ ആനയൂട്ട് അവിടെ നടക്കും. പൊതുജനങ്ങൾക്കും ആനയ്ക്ക് ആഹാരം നൽകാനുള്ള ഒരു അവസരം ഈ ആനയൂട്ട് ദിവസത്തിലുണ്ട്. മറ്റൊന്ന്, ലിഷോയ് പറഞ്ഞതുപോലെ ചമയങ്ങളില്ലാതെ ഈ ഗജരാജന്മാരെ ആ ഗാംഭീര്യത്തോടെ പൂർണ്ണമായും കാണാൻ കഴിയുന്നു എന്ന പ്രത്യേകതയും ഇന്ന് ആനയൂട്ടിൻ്റെ ഭാഗമായി ഉള്ളതാണ്. നമുക്കറിയാം, കർക്കിടകവുമായി ചേർന്ന മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒക്കെ സുഖചികിത്സയുടെ കാലമാണ്. പ്രകൃതിദത്തമായി ആ സുഖചികിത്സകൾ ഇവരൊക്കെ ആസ്വദിക്കുന്ന സമയം. പക്ഷേ നാട്ടാനകളുടെ കാര്യത്തിൽ ആ സുഖചികിത്സ ഉടമകൾ നൽകാറുണ്ട് എന്നതാണ്. ആനയെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി കാണുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആനയെ ആ തരത്തിൽ നോക്കി പരിപാലിച്ച് കൊണ്ടുവരാറുണ്ട്. മനുഷ്യനും എന്തുകൊണ്ടും മനസ്സിലൊരു പുതുക്കം വേണ്ട സമയമാണ് ഈ വർഷ അവസാനം. ചിങ്ങം തുടങ്ങുന്ന സമയത്തേക്ക് എല്ലാ സന്തോഷങ്ങളും സമൃദ്ധിയും ആസ്വദിക്കാനും ആഘോഷിക്കാനും മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തൽ, അതിൻ്റെ ഭാഗം കൂടിയാണിത്. ലിഷോയാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ലിഷോയ്ക്കും ആനയൂട്ടിനെത്തിയ എല്ലാവർക്കും ആശംസകൾ നേരുന്നു.